വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം. അവർക്കും ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട നിർണായകമായ അപ്ഡേറ്റുകളും ചില ന്യൂസുകളുമായാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. ചാനൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ ടച്ച് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകയാണ് അശ്വതി എന്നറിയപ്പെടുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പല റിപ്പോർട്ടുകളും ഫുട്ബോളിൻ്റെ പല റിപ്പോർട്ടുകളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തക തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ അശ്വതി മാധ്യമപ്രവർത്തക ഇന്നലെ ഒരു റിപ്പോർട്ട് നടത്തിയിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് ആരംഭിക്കുന്നത്. എക്സിലാണ് ഈ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾ സെറ്റ് ടു സൈൻ നോവ സദോയ് ഓൺ ദി 2-year കോൺട്രാക്ട് ഡീൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത്. ഏതായാലും 2 വർഷത്തെ കരാറിൽ നോവ സദോയെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇവിടെ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എക്സിലൂടെ. എന്തായാലും ഏകദേശം വിശ്വസനീയം ആയിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം കൺഫേം ആക്കി ചെയ്യാൻ നമുക്ക്. ഇന്നലെ 65% ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നോവ സദോയ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണിച്ചിരുന്നത്. എന്നാൽ ഇന്നത് 68 ചെറിയൊരു ഉയർച്ച വന്നിട്ടുണ്ട്. ഏതായാലും കണ്ടു തന്നെ അറിയണം. ഏകദേശം നമുക്ക് വിശ്വസിക്കാൻ തന്നെ ചെയ്യാം. പല മാധ്യമങ്ങളും ഇപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലുതല്ലെങ്കിലും ചെറിയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മാർക്കസ് മെർഗവിനെ പറ്റി ഒരു റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും കണ്ടു തന്നെ അറിയാം. അടുത്തതായി ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയറായിട്ടുള്ള രാഹുൽ കെപ്പി, മലയാളി താരമായിട്ടുള്ള രാഹുൽ കെപ്പിയുടെ ബർത്ത്ഡേ ആണെന്ന്. രാഹുൽ കെപ്പിയുടെ ഫാൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഹാപ്പി ബർത്ത്ഡേ രാഹുൽ കെപ്പി. അടുത്തതായി നാഷണൽ ടീമിൻ്റെ മെയിൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് മത്സരം 2 നടക്കുന്നുണ്ട്. 22-നും 26-നാണ് നടക്കുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയാണ് 2 മത്സരവും. ആദ്യ ഹെവേ മത്സരവും രണ്ടാമത്തത് ഹോം മത്സരവുമാണ് ഇന്ത്യക്ക് നേരിടാനുള്ളത്. ഇന്ത്യയുടെ മെയിൻ ടീമിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ജീക്സൺ സിംഗ് മാത്രമാണ് ടീമിൽ സെലക്ട് ആയിട്ടുള്ളൂ. രാഹുൽ കെപ്പി സെലക്ട് ആയിട്ടില്ല. സഹൽ അബ്ദുൾ ഉണ്ട് ടീമിലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നാഷണൽ ടീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഈ അപ്ഡേറ്റൊക്കെ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് നോവ സദോയിൻ്റെയും അതുപോലെ തന്നെ നാഷണൽ ടീം പ്രഖ്യാപിച്ചതും അപ്ഡേറ്റുകൾ അപ്പോൾ ലഭിക്കും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. പിറ്റേന്നായിരിക്കും നമ്മൾ അപ്ഡേറ്റുകളൊക്കെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഇതുപോലെ ഇന്ത്യൻ ഫുട്ബോൾ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.